ഹായ് വെൽക്കം ടു ക്വിക്ക് ഡോക്ടർ ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ്. പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ്. അനേകം പരാജയങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കൂ. പരാജയങ്ങളെ എങ്ങനെ വിജയമാക്കി മാറ്റാം എന്ന ടോപ്പിക്കുമായി നമ്മുടെ ഒപ്പം ചേരുന്നു മിസ് ഗായത്രി രാജഗോപാലൻ നായർ. She is certified life coach in neuro-linguistic programming. She was associated with TCS Chennai as an IT system administrator. She was also worked as an human resource and public relation coordinator in Green Valley International School. Let's welcome Gayatri for the section. Hope you guys all enjoy the session. Thank you. നമസ്കാരം, ഞാൻ ഗായത്രി, ലൈഫ് കോച്ചാണ്. ഇന്ന് നിങ്ങളോട് എന്ത് വിഷയത്തെപ്പറ്റി സംസാരിക്കണം എന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രൊഫസർ മുതുകാട് സാറിൻ്റെ ഒരു ടോക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അതിൽ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ കുറച്ച് കേൾക്കുമ്പോൾ, ആ കണ്ടൻറ്റ് കേൾക്കുമ്പോൾ അത് നമ്മുടെ പാഠ്യപദ്ധതികളിൽ കോളേജ് തലങ്ങളിലും സ്കൂൾ തലങ്ങളിലും ഒക്കെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി ഉപകാരപ്പെട്ടേനെ എന്ന് തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആ വിഷയം തന്നെ സംസാരിക്കാം എന്ന് വിചാരിച്ചത്. അപ്പോൾ സാറിൻ്റെ ആ ടോക്കിൽ ഒരു കുട്ടി സാറിനോട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഇതായിരുന്നു ആ ചോദ്യം: വ്യക്തിത്വ വികസനം അല്ലെങ്കിൽ ഒരു ആകർഷണീയമായ വ്യക്തിത്വം കെട്ടിപ്പടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന് എങ്ങനെ നമ്മൾ അതിനെ ഏത് രീതിയിൽ ചിന്തിക്കണം? അങ്ങനെ ഒരു ചോദ്യമായിരുന്നു അത്. സാർ വളരെ പുഞ്ചിരിയോട് തന്നെ ആ ചോദ്യം അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് പറയുമ്പോൾ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിലെ ആ ചോദ്യത്തിലെ കെട്ടിപ്പടുക്കുക എന്ന ശൈലി അത് തന്നെയാണ് അതിനെ ആകർഷണീയമാക്കുന്നത്. ശരിയാണ്, വ്യക്തിത്വം കെട്ടിപ്പടുക്കാനാണ് പറ്റുക. അത് സ്ഥായിയായ ഒന്നല്ല. അത് പല സാഹചര്യങ്ങളിൽ മാറിയും മറിഞ്ഞും വരുന്നതാണ്. നമ്മുടെ ഓരോ സാഹചര്യത്തിലും നമ്മൾ പറയുന്ന ഓരോ പ്രവർത്തിക്കുന്നതോ പറയുന്നതോ ചെയ്യുന്നതോ ആയ കാര്യങ്ങളിൽ കൂടി രൂപാന്തരപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ വ്യക്തിത്വം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി. എന്താണ് പേഴ്സണാലിറ്റി? പേഴ്സോണ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് അത് ഒറിജിനായത്. എന്താണ് പേഴ്സോണ? പണ്ട് ഏകാംഗ നാടകങ്ങളുടെ സമയത്ത് ഒരു ആർട്ടിസ്റ്റ് പല പല റോളുകൾ ചെയ്യണം. അപ്പോൾ ഓരോരോ റോളുകൾ ചെയ്യാനായിട്ട് അവരൊരു മാസ്ക് യൂസ് ചെയ്തിരുന്നു. കള്ളന് ഒരു മാസ്ക്, അടുത്ത റോളിനൊരു മാസ്ക്, അങ്ങനെ അത് വെച്ചാണ് ആ ഒരു മാസ്കിൻ്റെ ഹെൽപ്പോടുകൂടി തന്നെയാണ് അവർ മുന്നിലിരിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു ഷിഫ്റ്റ് ഓഫ് ക്യാരക്ടർ കാണിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും സ്ഥായിയായ ഒന്നല്ല. ഇറ്റ്സ് നോട്ട് ദ സെയിം തിങ്, ഇറ്റ്സ് നോട്ട് ദ സെയിം വേ വി ബിഹേവ് എവറി ടൈം. ഇറ്റ് ചേഞ്ചസ്, ഇറ്റ് ഷിഫ്റ്റ്സ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ ആവാം. ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ ഇമോഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കാം, അയാളുടെ തോട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കാം. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആകർഷണീയമായ ഒരു വ്യക്തിത്വം അതെങ്ങനെ അത് പറയുമ്പോൾ സാർ പറഞ്ഞ 4 കാര്യങ്ങളുണ്ട്. സാർ അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഡെയിലി എക്സസൈസ് പോലെ എന്താണ് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതും സാർ ആ ടോക്കിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതിലേക്ക് ഞാൻ പോകുന്നില്ല. സാർ പറഞ്ഞ ആ ടോക്കിലെ ആ പ്രസക്തമായ 4 കാര്യങ്ങൾ ഇതായിരുന്നു: വെൻ യു ആർ അലോൺ, മൈൻഡ് യുവർ തോട്ട്സ്. നമ്മൾ തനിച്ചിരിക്കുമ്പോൾ ചിന്തിക്കാൻ ഇഷ്ടമുള്ളവരാണ്. ചിന്ത പല രീതിയിലും പോകും. പല മോട്ടിവേഷണൽ ടോക്സിലും അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടായ ചിന്തകൾ വരുമ്പോഴത്തേനും ചുറ്റും ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു കോമൺ ആയ ഒരു കാര്യമാണ്: എന്തിനാണത് ചിന്തിക്കാൻ പോകുന്നത്? ചിന്തിക്കരുത്, നമ്മൾ അങ്ങനെ നെഗറ്റീവ് ചിന്തകൾ വേണ്ട എന്നുള്ളൊരു രീതിയിൽ പറയും. പക്ഷേ
അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. ഞാനടക്കമുള്ള സമൂഹം, മനുഷ്യ സമൂഹം അങ്ങനെയാണ്. ഡിസൈൻ ലൈക്ക് ദാറ്റ്. അത് നമുക്ക് വളരെ നാച്ചുറലായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ചിന്തയിൽ നമുക്ക് ക്വാണ്ടിറ്റിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ക്വാളിറ്റിയിൽ പിടിക്കാം. ക്വാളിറ്റിയിൽ ഒന്ന് ഫിൽട്ടർ ചെയ്ത് നോക്കണം. നമ്മുടെ ചിന്തകൾ വേണ്ട എന്ന് നമുക്ക് തോന്നുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് അറിവുണ്ടെങ്കിൽ, ആ ഒരു ബോധമുണ്ടെങ്കിൽ തിരിച്ച് പിടിച്ചു കൊണ്ടുവരിക. ഇല്ല, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കാമല്ലോ. അങ്ങനെ നമ്മൾ തന്നെ ഇരിക്കുമ്പോൾ ഉള്ള നമ്മുടെ ചിന്തകളാണ് പല സമയത്തും അടുത്തടുത്ത സ്റ്റെപ്പുകളിലേക്കുള്ള പ്രവൃത്തിയിലേക്കും വാക്കുകളിലേക്കും ഒക്കെ പോകുന്നത്. അപ്പോൾ എത്രത്തോളം ക്വാളിറ്റി ആയിട്ട് നമുക്ക് ചിന്തിക്കാം എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ പറയുന്ന അടുത്ത 2ാമത്തെ സ്റ്റെപ്പ്, 3ാമത്തെ സ്റ്റെപ്പ് ഒക്കെ അല്ലേ. അപ്പോൾ when you are alone, mind your thoughts. 2ാമത്തെ കാര്യം സാറ് പറഞ്ഞത്, when you are in a group, mind your tongue. നമ്മൾ വളരെ വെൽ ബിഹേവ്ഡ് ആയി ഇരിക്കുന്ന ഒരു സമയത്തും വളരെ കംഫർട്ടബിൾ ആയിട്ട്, അല്ലെങ്കിൽ വളരെ ഒരു ഒത്തുകൂടലിൻ്റെ ഒരു സ്വഭാവം വരുമ്പോൾ, അല്ലെങ്കിൽ വളരെ ഇടപഴകി നിൽക്കുമ്പോൾ ഒക്കെ നമുക്ക് പറ്റാറുള്ള ഒരു കോമൺ മിസ്റ്റേക്കാണ് ആവശ്യമുള്ളത് സംസാരിക്കുക, ആവശ്യമില്ലാത്തതിനെ തള്ളിക്കളയുക. വാക്ക് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വായിൽ നിന്ന് വന്ന വാക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ എത്ര കംഫർട്ടബിളായ ഒരു സ്പേസ് ആണെങ്കിലും, എത്ര കംഫർട്ടബിളായ ഒരു ഗ്രൂപ്പാണെങ്കിലും, എത്ര കംഫർട്ട് സോൺ ആണെങ്കിലും, എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഒരു ഇടമാണെങ്കിലും, നമ്മുടെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ചില സിറ്റുവേഷൻസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇത്രയും വളരെ വെൽ ബിഹേവ്ഡ് ആയിട്ട് ഒരാൾ വന്നിട്ട് അയാളുടെ വായിൽ നിന്നാണോ ഇങ്ങനെ വന്നത് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ ചിലപ്പോൾ വാക്കുകൾ സംസാരിക്കുന്നു, ചില പ്രവർത്തികൾ വരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ അങ്ങ് ബ്ലോക്ക് ചെയ്യാൻ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് അത് നല്ല രീതിയിൽ പ്രോഗ്രസ് ആക്കുന്നതിലേക്കുള്ള ഒരു പടി തന്നെയാണ്. 3ാമത്തെ കാര്യം സാറ് പറഞ്ഞത്, വെൻ യു ആർ ആംഗ്രി, മൈൻഡ് യുവർ ടെമ്പർ. ഒരു സെക്കൻഡ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ പറയുന്ന ഒരു വാക്ക്, ഒരു നോട്ടം പോലും അതിന് വല്ലാത്തൊരു ശക്തിയാണ്. നമ്മുടെ ജീവിതത്തിനെ നല്ല രീതിയിലേക്കോ ചീത്തയായ വേണ്ടാത്ത ഒരു രീതിയിലേക്കോ അതിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ദേഷ്യം എന്ന് പറയുന്ന വികാരം മനുഷ്യജീവി ആണ്, എല്ലാവർക്കും വരുന്നതാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് എക്സിബിറ്റ് ചെയ്യുന്ന രീതികൾ, അല്ലെങ്കിൽ അത് ഡീല് ചെയ്യുന്ന രീതികളാണ് വ്യത്യാസം. എല്ലാവർക്കും ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ദേഷ്യം എന്ന് പറയുന്ന ഒരു വികാരം നിൽക്കുന്ന സമയത്ത് നമ്മുടെ ടെമ്പർ ഒന്ന് കൺട്രോൾ ചെയ്യുക. നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ളത് ബോധവാനാവുക, അല്ലെങ്കിൽ ബോധവതിയാവുക. അപ്പോൾ അത് നമ്മുടെ ലൈഫിനെ തെറ്റായ ഒരു ദിശയിലേക്ക് പോകുന്നതിന് പകരം തിരിച്ച് പിടിച്ചു കൊണ്ടുവരുന്ന പോലെ തന്നെ ഉപകാരപ്പെടും. 4ാമത്തെ കാര്യം സാറ് പറഞ്ഞത്, വെൻ യു ആർ ഇൻ ട്രബിൾ, മൈൻഡ് യുവർ ഇമോഷൻസ്. ഇമോഷൻസിൻ്റെ ഒരു കളിയായിരിക്കും അല്ലേ. നമുക്കൊരു ഹിതകരമല്ലാത്ത ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം വരുമ്പോൾ പലരും അവരുടെ ഒരു നിലനിൽപ്പ് തന്നെ പിടിച്ചുലക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ
ആ ആ ഒരു നമുക്കൊരു അൺഫേവറബിൾ ആയ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളത് ഇമോഷൻ്റെ പുറത്ത് നമുക്ക് ഒരു പ്രവൃത്തിയോ ഒരു വാക്കോ ഒരു തോട്ടോ വന്നു കഴിഞ്ഞാൽ അതും നമ്മളെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള ഒരു അറിവ് മനസ്സിലെപ്പോഴും വേണം. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങളാണ് സാറ് ആ ടോക്കിൽ പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ടാണ് സാർ ആ എക്സസൈസ്, ഡെയിലി ഒരു എക്സസൈസ് പോലെ വ്യക്തിത്വ വികാസത്തിന് ഇത് ചെയ്യണം, കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ചെയ്യേണ്ടതും പറയേണ്ടതുമായ കാര്യങ്ങൾ സാർ ഉൾപ്പെടുത്തിയിരുന്നു. വളരെ രസകരമായി സാർ അത് പറഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഒരു വ്യക്തിത്വ വികാസത്തിനെ പറ്റിയിട്ട് പെട്ടെന്ന് പേഴ്സണാലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് കുട്ടികൾക്ക് കൊടുക്കുന്നതിലും നല്ലത് എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഇത് വർക്ക് ആകുന്നത് എന്നുള്ള ഒരു മിനിമം നോളജ് എങ്കിലും കുട്ടികൾക്ക്, അത് കോളേജ് തലത്തിലാവട്ടെ സ്കൂൾ തലത്തിലാവട്ടെ, കുട്ടികൾക്ക് കൊടുത്താൽ അത് നന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ആശയം തന്നെ സംസാരിക്കാം എന്ന് തോന്നിയത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ മനസ്ഥിതിയാണ് മാറുന്നത്. എന്താണ് മനസ്ഥിതി? നമ്മൾ ഓരോ സിറ്റുവേഷനെ ഫേസ് ചെയ്യുമ്പോൾ അതിൽ നമ്മളെല്ലാവരും, ഇപ്പം ഞാനടക്കമുള്ള മനുഷ്യ സമൂഹം, നമുക്ക് നല്ലത് മാത്രം നമുക്ക് കേൾക്കണം എന്നാഗ്രഹമുള്ള ആൾക്കാരാണ്. നമ്മളെപ്പറ്റി നല്ലത് കേൾക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള, നമുക്ക് ഹിതകരമായ സിറ്റുവേഷൻസിനെ പറ്റിയിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളത് ഇതിൽ കൂടുതൽ പ്രയോറിറ്റി ഉള്ളവർ തന്നെയാണ് ആൾക്കാർ. അപ്പോൾ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രെയിം ഓഫ് മൈൻഡ് തന്നെയാണ്. അതിൻ്റെ ലിറ്ററൽ മീനിങ് അത് തന്നെയാണ്, ഫ്രെയിം ഓഫ് മൈൻഡ്, അല്ലെങ്കിൽ ഒരു ലെൻസ് പോലെ. നമ്മുടെ ചുറ്റുമുള്ള ലോകം തുറന്നു കാണുന്നത് നമ്മുടെ മനസ്ഥിതി കൂടിയാണ്. കണ്ണുകളിലൂടെ കാണുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോ സിറ്റുവേഷനെ പറ്റിയിട്ടും ഓൾറെഡി ഒരു മനസ്ഥിതി ഉണ്ട്, ഒരു സെറ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഓർ ബിലീവ്സ് ഉണ്ട്. അത് തന്നെയാണ് മനസ്ഥിതി. ആ ഓൾറെഡി പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള നമുക്കുള്ളിലുള്ള മനസ്ഥിതി, ആ ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്, അതാണ് ഓരോ സിറ്റുവേഷനിൽ ചേഞ്ച് ആകുന്നത്. അവർ മൈൻഡ് സെറ്റ്സ് ഓൾസോ മാറ്റർ എന്നല്ല, ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെയാണ് കാര്യം. ആ ഒരു മൈൻഡ് സെറ്റിൻ്റെ ഒരു ഷിഫ്റ്റ് നമ്മൾ ഇപ്പോൾ മെഡിക്കൽ ടേംസിൽ പറഞ്ഞു കേൾക്കാറുണ്ട്. പ്ലേസിബോ എഫക്റ്റ് എന്ന് പറയും അതിന്. അതായത് ഒരു പേഷ്യൻ്റ് അവരുടെ ട്രീറ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊസീജിയറും കാര്യങ്ങളും അതിൽ നിന്നും എന്ത് എക്സ്പെക്റ്റഡ് റിസൾട്ടാണ് എനിക്ക് കിട്ടുക എന്നുള്ളതിൽ അവെയർ ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് പ്ലേസിബോ എഫക്റ്റ്. അതുകൊണ്ട് എന്താണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ പല റിസർച്ചുകളിൽ നിന്നാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിൽ നിന്ന് എന്താണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇറ്റ് വിൽ അട്രാക്ട് ദ ഹീലിംഗ് പ്രോപ്പർട്ടീസ്, മോർ എഫക്റ്റീവ് ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഫോർ ദ ബോഡി. അപ്പോൾ മനുഷ്യ ശരീരത്തിന് കൂടുതൽ അതിനോട്, കഴിക്കുന്ന മെഡിസിനോട് അല്ലെങ്കിൽ ചെയ്യുന്ന പ്രൊസീജിയറിനോട് കൂടുതൽ റെസ്പോണ്ട് ചെയ്യാൻ തോന്നും. ദാറ്റ് ഈസ് കോൾഡ് പ്ലേസിബോ എഫക്റ്റ്. മെഡിക്കൽ ടേംസിലാണത് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മുടെ ജീവിതത്തിലും പല സാഹചര്യങ്ങളിലും നമുക്ക് ഈ പ്ലേസിബോ എഫക്റ്റ് കാണാൻ പറ്റും. നമ്മൾ യൂഷ്വലായിട്ട് വിചാരിച്ചു വച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ നിന്നും ഒരു മാറ്റം ഉള്ള ഒരു കാര്യം കേൾക്കുമ്പോഴോ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴോ ഒക്കെ നമുക്ക് ഈ മൈൻഡ് സെറ്റിലെ ഒരു ഷിഫ്റ്റ് ഉണ്ടാവും, ആ മനസ്ഥിതിയിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. നമുക്കൊരു ബുദ്ധിമുട്ടാണ് അത്. അപ്പോൾ ആ ഒരു നമ്മുടെ ആ ഓൾറെഡി ഉള്ള ഒരു ആട്രിബ്യൂട്ടിലേക്ക് ചുരുങ്ങും ആ മനസ്ഥിതി. അത് ചുരുങ്ങാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ കടമയാണ്. പ്രശസ്തനായ ഒരു റിസർച്ചർ ഉണ്ട്, കരോൾ ഡ്വെക്ക്.
അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിനെ പറ്റിയിട്ടുള്ളൊരു കോട്ടുണ്ട്, ഞാൻ വായിക്കാം. Shift our mindset about intelligence and talent as something that's fixed to something that's changeable over time. It can dramatically alter our academic and professional success. ശരിയായ കാര്യമാണ്. എത്ര ശരിയായ കാര്യമാണിത്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഓവർ ദ ടൈം മെച്യൂരിറ്റി വരുന്നു, അല്ലെങ്കിൽ ഏജ് കൂടുതലാകുന്നു. അപ്പോൾ ഓരോ ഏജ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരിക്കലും ഇതൊന്നും നമ്മളുടെ ബുദ്ധിവികാസത്തിനോ അല്ലെങ്കിൽ ഒരു ടാലൻറ്റിനോ ഒരു കഴിവിനോ ഉള്ള ഒരു അതിനെ ഒരു സ്റ്റാഗ്നൻ്റ് ആക്കാനോ ഒരു ഫിക്സ്ഡ് ഒരു മെഷർ ആക്കാനോ ഉള്ള അളവുകോലല്ല ഇതൊന്നും. ഈ മാറി വരുന്ന സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഇത്രയും മെച്ചുവേർഡാണ്. അപ്പോൾ മെച്ചുവേർഡായ ഒരാൾക്കും ടാലൻറ്റിലും അവരുടെ ഇൻഫർമേഷൻ ഗ്രാബ് ചെയ്യുന്ന കാര്യത്തിലും അവരുടെ ബുദ്ധിവികാസത്തിലും ഒക്കെ അതൊരു ഫിക്സഡ് പോയിന്റിൽ നിൽക്കുന്നില്ല. അതൊരു ഗ്രാജുവൽ പ്രോസസ്സ് തന്നെയാണ്. അതിനെ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അക്കാഡമിക്സ് വൈസ് ആയാലും നമ്മുടെ കരിയറിലായാലും ഒക്കെ ഒരു വലിയ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും, വിച്ച് ഈസ് വെരി ഫേവറബിൾ ടു അസ്. അപ്പോൾ നമ്മൾ നമ്മുടെ സൈക്കോളജിക്കലായിക്കോട്ടെ ഫിസിയോളജിക്കലായിക്കോട്ടെ എന്ത് കാര്യം ആയാലും എന്തൊരു റിയാക്ഷൻ ആയാലും നമ്മുടെ ലൈഫിൽ എന്ത് സൈക്കോളജിക്കൽ റിലേറ്റഡ് ആയിട്ടോ മറ്റെന്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യമായാലും അതിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു വലിയ പവറുള്ള ഒരു കാര്യമാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനസ്ഥിതി എന്ന് പറയുന്നത്. ഈ പറയുന്ന മനസ്ഥിതി, അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ പറയുന്ന മനസ്ഥിതി ഭയങ്കര ലിമിറ്റ്ലെസ് ആയിട്ട് പവറുള്ള ഇതാണ്. പവറുണ്ട്, പക്ഷേ ഒരിക്കലും നമ്മുടെ കൺട്രോളിൻ്റെ ഔട്ട് ഓഫ് കൺട്രോൾ അല്ല, ബിയോണ്ട് അവർ കൺട്രോൾ എന്ന് നമ്മൾ പറയില്ല. അങ്ങനെ ബിയോണ്ട് അവർ കൺട്രോൾ ആയ ഒരു കാര്യമല്ല മനസ്ഥിതി. മനസ്ഥിതി നമ്മൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എവിടെയാണ് ഈ ലിമിറ്റ്, എവിടെയാണ് അതിൻ്റെ പവറിൻ്റെ ലിമിറ്റ് കൊണ്ടുവയ്ക്കേണ്ടത് എന്ന് നമ്മൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഇപ്പോഴും കടിഞ്ഞാൻ നമ്മുടെ കയ്യിൽ തന്നെയാണ്. മനസ്ഥിതി എങ്ങനെ കൊണ്ടുപോകണം, ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കണോ, അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കണോ, അല്ലെങ്കിൽ ഇങ്ങനെ അതിനെ കാണണോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ നോക്കി കാണണം, എങ്ങനെ പെർസീവ് ചെയ്യണം ഞാൻ ആ സിറ്റുവേഷൻ എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെയാണ് കടിഞ്ഞാൻ. അപ്പോൾ ആ ഒരു അവയർനെസ്സാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഇൻ ദ ഫ്ലിപ്പ് ഓഫ് എ സെക്കൻഡ്, അല്ലെങ്കിൽ ഒരു കണ്ണടച്ച് തുറക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ഓൾട്ടറിങ് എഫക്റ്റ് വരികയാണ്, ആ ഒരു ഷിഫ്റ്റ് ഓഫ് മൈൻഡ് സെറ്റ് വരികയാണ്. ഓരോരോ സിറ്റുവേഷൻസ് നമുക്ക് വളരെ ഫേവറബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒന്നും കൂടെ ഒന്ന് റീകൺസിഡർ ചെയ്ത് ഞാൻ ഇങ്ങനെ അല്ലല്ലോ, കുറച്ച് നമുക്കൊന്ന് വ്യത്യസ്തമായ രീതിയിൽ ഒന്ന് ചിന്തിക്കാമല്ലോ എന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മുടെ പവർ ഇരിക്കുന്നത്. ആ പവർ ഒരിക്കലും കളയാതിരിക്കുക. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പലപ്പോഴും ആൾക്കാർ പറയും. ഒരു മാറ്റ് വിരിച്ച് യോഗ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് കുറച്ച് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ക്വയറ്റായിരുന്ന് നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴോ ഒന്നുമല്ല സ്പിരിച്വൽ ഗ്രോത്ത്. ആക്ച്വൽ സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ സമയത്തൊന്നും അല്ല. നമ്മളെ എന്താണ് നമ്മളായിട്ട് ഡിഫൈൻ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളെ ഒരിക്കലും നമ്മളായിട്ട് ഡിഫൈൻ ചെയ്യുന്ന മൊമെൻറ്റ്സ്
നമ്മുടെ ഏറ്റവും ഫേവറബിൾ, ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റ്സ് അല്ല. ഞാൻ ഒരു ട്രെയിനറാണ്, അപ്പോൾ എനിക്ക് ബെസ്റ്റ് ട്രെയിനർ എന്ന് എന്നെ പറ്റി പറയുന്ന നിമിഷമല്ല എന്നെ ഞാൻ ഡിഫൈൻ ചെയ്യേണ്ടത്. ചില സമയത്ത് എൻ്റെ ട്രെയിനിങ് വളരെ എഫക്റ്റീവ് അല്ലാത്ത, അല്ലെങ്കിൽ എനിക്ക് ഒട്ടും ഹിതകരമാകാത്ത രീതിയിൽ പോകുമ്പോൾ ഞാൻ എങ്ങനെ അതിനെ ഫേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ആ ചലഞ്ചിനെ ഓവർകം ചെയ്യുന്നു, ദോസ് മൊമെൻറ്റ്സ് ഡിഫൈൻ അസ്. അത് എല്ലാവർക്കും ബാധകമാണ്. ഇപ്പോൾ ഒരു ടീച്ചറിന് ഏറ്റവും ബെസ്റ്റ് ടീച്ചർ അവാർഡ് കിട്ടുന്ന ഒരു സമയത്തല്ല ആ ടീച്ചറിനെ ഡിഫൈൻ ചെയ്യുക. ആ ടീച്ചർ സ്വയം ഡിഫൈൻ ചെയ്യുന്നത് ആ ടീച്ചറിന് അതുവരെ ഉണ്ടായിരുന്ന സ്ട്രഗിൾ. ഒരു ദിവസം ഒന്ന് ആലോചിച്ച് നോക്കൂ, പെട്ടെന്ന് ഒരു ദിവസം വരുന്നു, ഒരു ദിവസം ക്ലാസ്സിൽ കുട്ടികൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഹൗ ദേ വിൽ ഫേസ് ദാറ്റ് ചലഞ്ച്. നമ്മൾ ഒരുപാട് വിദ്യാർത്ഥികളുടെ കാര്യം തന്നെ എടുത്താൽ, ഇപ്പോൾ ഒരു വളരെ ഈസി ആയിരിക്കും എന്ന് വിചാരിക്കുന്ന ഒരു പരീക്ഷ വരുന്നു. ആ പരീക്ഷയിൽ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ ചോദിക്കുന്നു, ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമുക്കത് പറഞ്ഞോ എഴുതിയോ ഫലിപ്പിക്കാൻ പറ്റാത്ത രീതിയിലാകുന്നു. അതല്ല വിചാരിച്ചിരുന്നത്, മറ്റൊരു ഔട്ട്കം ആയിരുന്നു വിചാരിച്ചിരുന്നതെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് അങ്ങനത്തെ മൊമെൻറ്റ്സ് ആണ് അവരെ ഡിഫൈൻ ചെയ്യേണ്ടത്. അല്ലാതെ അത് വളരെ ഈസി ആയൊരു ടെസ്റ്റ് എഴുതി അതിൽ ഫസ്റ്റ് മാർക്ക് കിട്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രേഡ് കിട്ടി, ഇതിൽ ഏറ്റവും നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു, ഇതല്ല, ഈ പറയുന്ന കാര്യങ്ങളിലല്ല അവനെ അല്ലെങ്കിൽ അവളെ ഡിഫൈൻ ചെയ്യേണ്ടത്. ഓരോ ദിവസവും നമുക്ക് വരുന്ന ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസോ ചില സാഹചര്യങ്ങളിൽ നമ്മൾ തീർത്തും അങ്ങ് ഡൗൺ ആയി വീണു പോകുന്ന ആ സിറ്റുവേഷൻസിൽ നിന്ന് നമുക്ക് ചില സമയത്ത് വളരെ വളരെ ബുദ്ധിമുട്ട് തോന്നിയിട്ട് നമുക്ക് ഇനി ഇവിടെ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് വരയ്ക്കും തോന്നുന്ന ഒരു നിമിഷങ്ങളുണ്ട്. അത് ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ നിമിഷങ്ങളിൽ എത്രത്തോളം പെട്ടെന്ന് സ്പ്രിങ് ബാക്ക് ടു ആക്ഷൻ ചെയ്യുന്നു, that defines us. That is the moment which you define yourself. അവിടെയാണ് നമുക്ക് നമ്മളെന്താണ്, നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ്, നമ്മുടെ വ്യക്തിത്വം എന്നത് മനസ്സിലാക്കാൻ പറ്റുക. എന്താണ് നമ്മുടെ ക്യാരക്ടർ? ഞാൻ ഒരു ഹാർഡ് വർക്കിംഗ് ആയ ആളാണോ, അല്ലെങ്കിൽ ഒരു റിലയബിൾ ആണോ, എന്നെ വിശ്വസിച്ച് ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത നമുക്ക് വരണം. നമ്മുടെ IQ സ്കോഴ്സ് ആവട്ടെ, ടെസ്റ്റുകൾ, ഗ്രേഡുകൾ, ഇതൊക്കെ ടെസ്റ്റ് സ്കോഴ്സ്, ഗ്രേഡ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ എത്രത്തോളം ഒരു അൺഫേവറബിൾ സിറ്റുവേഷനിൽ നിന്ന് എത്ര പെട്ടെന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു, ആ ഒരു കാര്യം, റിസൈലിയൻസ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. ഈ ടെസ്റ്റ് സ്കോറോ അല്ലെങ്കിൽ IQയോ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ നീതിബോധം, നമ്മുടെ മനസാക്ഷി എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് ചിലപ്പോൾ പറയും മനസാക്ഷിക്ക് നിരക്കാത്തത് ചെയ്യരുത് എന്ന് പറയും. അതെന്താണത്? നമ്മുടെ ക്വാളിറ്റി ഓഫ് ഡൂയിങ് സംതിങ് റൈറ്റ്, which we think right. ആ നീതിബോധം, ആ ഒരു നമ്മുടെ മനസാക്ഷി, അതും ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി, ആ ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഒരു കപ്പാസിറ്റി, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ. അതൊക്കെയാണ് ഏറ്റവും വലിയ ഫാക്ടേഴ്സായിട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതൊക്കെ പാഠ്യപദ്ധതികളിൽ ഉൾപ്പെടുത്തി കണ്ടാൽ നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നിയത്. കുട്ടികൾക്ക് ഒരുപാട് പ്രയോജനപ്പെടും. അല്ലാതെ നമുക്ക് അതൊന്നും പറഞ്ഞു കൊടുക്കാതെ പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് ഓഫ് പേഴ്സണാലിറ്റിയോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അൺഫേവറബിൾ സിറ്റുവേഷൻ അവർ വരുമ്പോൾ അനുഭവിച്ച് തന്നെ പഠിക്കണം. എന്നാലും
അത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് മുന്നിലുള്ളത് എന്ന് ഒരു ചെറിയ ബോധ്യമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയാൽ അത് വളരെ നല്ലതാണ്. കാരണം ഈ ക്വാളിറ്റീസ് ഒന്നും നമ്മൾ പുതിയതായിട്ട് വർക്ക് ചെയ്ത് എടുക്കേണ്ട ഒന്നല്ല. ഇതൊക്കെ നമുക്ക് ഓൾറെഡി ഉള്ളതാണ്. ഈ മനസാക്ഷിയും ഈ പറയുന്ന ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തിയും ഇതൊക്കെ വി എംബോഡി ദിസ്. ഇതൊക്കെ നമ്മുടെ പേരൻസ് ആകാം, അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ ടീച്ചേഴ്സ്, ഇവരൊക്കെ നമുക്ക് പകർന്നു വരുന്ന അറിവിൽ ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ. അപ്പോൾ അവരിൽ നിന്നൊക്കെ നമ്മൾ കേട്ടും പരിചയിച്ചും എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വാളിറ്റീസൊക്കെ തന്നെയാണ് ഒരു നല്ല നാളേക്ക് വേണ്ടത്. അത് ഒരു വളരെ ചെറിയ രീതിയിൽ ചിന്തിച്ചാലും മതി, മറ്റ് വലിയ രീതിയിൽ ചിന്തിച്ചാലും മതി. അതായത് നമുക്ക് എപ്പോഴും ആൾക്കാർക്കുള്ള ഒരു ചോദ്യമാണ്, ഞാനൊക്കെ എന്താണ്, ഞാൻ ഒരാൾ ചെയ്യുന്ന കൊണ്ടെന്തെങ്കിലും മാറുന്നുണ്ടോ? ഓഫ് കോഴ്സ് മാറുന്നുണ്ട്. അതെപ്പോഴും നമ്മൾ മനസ്സിൽ വിചാരിക്കണം. എത്ര ചെറിയ ആളാണോ എത്ര വലിയ ആളാണോ ചെയ്യുന്ന പ്രവർത്തികൾ, ഇറ്റ് മാറ്റേഴ്സ്. നമ്മുടെ എത്ര ചെറിയ ആളാണോ മൈൻഡ് സെറ്റ് അഗെയിൻ മാറ്റേഴ്സ്. വി മാറ്റർ. നമ്മൾ ഇത്രയും വലിയ ലോകത്ത് ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തി എങ്ങനെ അത് മാറ്റർ ആകും, അല്ലെങ്കിൽ എങ്ങനെ അത് എഫക്റ്റ് ആവും, അത്രയും വലിയൊരു എഫക്റ്റ് ആവും. വിക്ടർ ഫ്രാങ്കലിൻ്റെ ഒരു കോട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, മെൻ സെർച്ച് ഫോർ മീനിങ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അദ്ദേഹം ഒരു ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റാണ്, ഒരു സൈക്കാട്രിസ്റ്റും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, മെൻ സെർച്ച് ഫോർ മീനിങ്. അതിൽ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോട്ടുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിങ്ങനെയാണ്: ഫോർ ദ വേൾഡ് ഇസ് ഇൻ എ ബാഡ് സ്റ്റേറ്റ്, ബട്ട് എവറിത്തിങ് വിൽ ബിക്കം സ്റ്റിൽ വേഴ്സ് അൺലെസ് ഈച്ച് ഓഫ് us does his best. ലോകത്തിൻ്റെതായ നല്ല സ്റ്റേറ്റിലോ ചീത്ത സ്റ്റേറ്റിലോ എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷേ എൻഡ് ഓഫ് ദി ഡേ എന്താണ് മാറ്റർ ചെയ്യുന്നത്? ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുക്കണം, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റും കൊടുക്കണം, അല്ലേ? അപ്പോഴാണ് അതൊരു ഹോൾ എൻറ്റൈറ്റി എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ മാത്രമേ അത് വരുള്ളൂ. അത് തന്നെയാണ് ആ ഒരു മീനിങ്. അത് തന്നെയാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു മീനിങ്ങും അത് തന്നെയാണ്. മാൻസ് സെർച്ച് ഫോർ മീനിങ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതായത് നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് ബോധമുള്ള ഒരാൾക്ക് എങ്ങനെ എന്നതും അത് ഏത് സിറ്റുവേഷനിലാണെങ്കിലും അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. വളരെ ഈസി ആയിട്ട് വരും, കുറച്ചും കൂടി ഈസി ആയിട്ട് അയാളെ കൊണ്ടത് ചെയ്യാൻ പറ്റും. ഒരു വൈ എന്ന ക്വസ്റ്റ്യൻ എപ്പോഴും ഉള്ള, വൈ ടു ലിവ്. Those who have a why to live can bear with almost any how. എങ്ങനെ എന്നത് വളരെ ഈസി ആയിട്ട് ഫിഗർ ഔട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഫ്രാങ്കലിൻ്റെ തന്നെ മറ്റൊരു കോട്ടുമുണ്ട്, സന്തോഷത്തിനെ പറ്റിയിട്ടും സക്സസ്സിനെ പറ്റിയിട്ടും. നമ്മൾ ഈ പുസ്തകം നിങ്ങൾ വായിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കുക. മാൻസ് സെർച്ച് ഫോർ മീനിങ്, വിക്ടർ ഫ്രാങ്കൽ. അപ്പോൾ അതിൽ അദ്ദേഹം പണ്ട് കാലത്ത്, ജീവിതം തുടങ്ങുന്ന കാലത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലായിരുന്നു. മരണത്തെ അഭിമുഖീകരിച്ച് ഇരിക്കുമ്പോഴും ഒരിക്കലും അദ്ദേഹം വളരെ ഒട്ടും ഫേവറബിൾ അല്ലാത്ത, ഒട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ സാഹചര്യങ്ങൾ അദ്ദേഹം ഫേസ് ചെയ്തിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ
അദ്ദേഹം ആ ഒരു സമയത്തും പറയാറുള്ളത്, ആ ബുക്കിൽ വളരെ വ്യക്തമായിട്ട് ഈ കാലഘട്ടത്തിനെ പറ്റിയിട്ടൊക്കെ പറയാറുണ്ട്. അപ്പം അതിൽ അദ്ദേഹം സന്തോഷത്തിനെയും സക്സസ്സിനെ പറ്റിയും വിജയത്തിനെ പറ്റിയിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കലും നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വിജയം എക്സ്പെക്റ്റ് ചെയ്തിട്ടോ ഒന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് ഒരിക്കലും നമ്മൾ അതിനെ ചേസ് ചെയ്തുകൊണ്ടിരുന്നാൽ, ഈ രണ്ട് കാര്യങ്ങളെയും നമ്മൾ ചേസ് ചെയ്തുകൊണ്ടിരുന്നാൽ വിൽ നോട്ട് ഫിഗർ ഇറ്റ് ഔട്ട്. നമുക്ക് എവിടെയും കിട്ടില്ല. നമുക്ക് ഒരിക്കലും അതൊരിക്കലും അതിന് വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ഹാപ്പിനെസ് ഓർ സക്സസ് എന്ന് പറയുന്നത് ഒരു അൺഇൻറ്റൻറ്റഡ് സൈഡ് എഫക്റ്റ് ഓഫ് വൺസ് പേഴ്സണൽ ഡെഡിക്കേഷൻ ടു എ ഗ്രേറ്റർ കോസ്. ഒരു വലിയ ഒരു കാര്യത്തിന്, ഒരു വലിയ ഒരു എഫേർട്ടിന് ഉള്ള ഒരു അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന എൻ്റെ പേഴ്സണലായിട്ടുള്ള ഡെഡിക്കേഷൻ, എൻ്റെ ഹാർഡ് വർക്ക്, എൻ്റെ എഫേർട്ട്, എൻ്റെ സമയം, ഇതിനൊക്കെ ഉള്ള ഒരു സൈഡ് ഇഫക്റ്റ്, അതും വളരെ അൺഇൻറ്റൻറ്റഡ് ആയിട്ട് ഉള്ളത്, അതായത് എനിക്ക് അപ്രതീക്ഷിതമായി കിട്ടുന്ന ഒരു സൈഡ് ഇഫക്റ്റാണ്. അതാണ് സക്സസ് ഓർ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വളരെ നല്ലൊരു പുസ്തകമാണ്. ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും ആ പുസ്തകത്തിന്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കേണ്ടത്. നമുക്ക് വിജയങ്ങളിലോ അല്ലെങ്കിൽ വിജയങ്ങളിലേക്ക് അല്ലെങ്കിൽ അത് എയിം വെച്ച്, അത് ടാർഗറ്റ് വെച്ച് നമുക്ക് മൂവ് ചെയ്യാതെ നമുക്ക് നമ്മുടെ ചിന്താഗതിയെ മാറ്റുക, നമ്മുടെ മനസ്ഥിതിയെ മാറ്റുക, നമ്മുടെ ചിന്തകളെ നല്ല രീതിയിൽ ഫിൽട്ടർ ചെയ്യുക, നമ്മുടെ നാവിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നമുക്ക് കുഴപ്പമില്ലാത്ത സിറ്റുവേഷൻസുകളിലുള്ള പ്രവർത്തികളും വാക്കുകളിലേക്കും ചിന്തകളിലേക്കും ഒക്കെ ചുരുങ്ങുക, നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. ഓഫ് കോഴ്സ് ഇപ്പോൾ മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ ഒട്ടും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത സ്പീഡിലാണ് പല തോട്ട്സും വരുന്നതും പല കാര്യങ്ങളും ഈ ഹ്യൂമൻ ബോഡിയിൽ നടക്കുന്നതും. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്രെയിനുള്ള ആൾക്കാർ അതിൻ്റെ എത്രയോ കുറച്ച് ശതമാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രയും കുറച്ചും കൂടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം എഫേർട്ട് പോകും. നമ്മൾ തോൽക്കാൻ എപ്പോഴും ആൾക്കാർക്ക് തോൽക്കാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ എപ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ജയിക്കണം എന്ന് പറയുന്ന ഒരു ചിന്താഗതി കണ്ടുവരാറുണ്ട്. അത് മാറ്റണം. എൻ്റെ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ പേര് അത് തന്നെ വയ്ക്കാനുള്ള കാര്യം അതാണ്. എത്ര ഗംഭീരമായിട്ട് നമുക്ക് തോക്കാൻ പറ്റുമോ അതിനേക്കാളും മനോഹരമായിട്ട് നമുക്ക് ആ സ്റ്റെപ്പിൽ നിന്നും എഴുന്നേൽക്കാൻ പറ്റും. ക്വിക്ക്ലി സ്പ്രിങ് ബാക്ക് ഓൺ ആക്ഷൻ എന്ന് പറയില്ലേ, അതുപോലെ എത്ര മനോഹരമായി തോൽക്കുക, അതിലും ഗംഭീരമായി എഴുന്നേൽക്കാൻ പഠിക്കുക, വീണ്ടും തോൽക്കുക, വീണ്ടും മനോഹരമായി തോൽക്കുക, കുറച്ചുകൂടി മനോഹരമായി അവിടെ നിന്ന് എഴുന്നേൽക്കുക. അപ്പോൾ അങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ കീപ് ദാറ്റ് ഗോയിങ്. അപ്പോൾ അങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ ആ കിട്ടുന്ന ജയം അപ്പോൾ അപ്രതീക്ഷിതമായിരിക്കും. അപ്പോൾ കിട്ടുന്ന ജയം ഈ പറഞ്ഞ പോലെ അൺഇൻറ്റൻറ്റഡ് ഔട്ട്കം ആയിരിക്കും. എൻ്റെ പേഴ്സണൽ ഡെഡിക്കേഷൻ്റെ, എൻ്റെ എഫേർട്ടിൻ്റെ അൺഇൻറ്റൻറ്റഡ് ഔട്ട്കം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വാല്യൂ വേറെയാണ്, അതിൻ്റെ മൂല്യം വേറെയാണ്. അതിൻ്റെ മൂല്യം കറക്റ്റായി മനസ്സിലാവും. അതിൽ നിന്നും, തോൽവിയിൽ നിന്നും ഗംഭീരമായി തോൽക്കുമ്പോൾ അതിൽ നിന്നും പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ഒരു പാഠമാണ്, ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അതുപോലെ ഗംഭീരമായിട്ട് തോൽക്കുമ്പോൾ ഗംഭീരമായിട്ട് തോൽക്കാനും അതിൽ നിന്ന് ആ തോൽവിയിൽ നിന്നും മുന്നോട്ട് വരുമ്പോൾ
അതിഗംഭീരമായിട്ട് മുന്നോട്ട് വരാനും പറ്റട്ടെ. അതിനുള്ള എല്ലാ അറിവും കഴിവും ചിന്താശക്തിയും മനസ്ഥിതിയും സമയവും സന്ദർഭങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Thank you Gayatri for your informative session. Hope you guys enjoy the webinar. ഇനിയും ഇതുപോലത്തെ നല്ല വെബിനാറുകളുമായി നിങ്ങളിലേക്ക് ക്വിക്ക് ഡോക്ടർ എത്തും. Thank you so much.